എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കിച്ചൺ ന്യൂസിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടുമാങ്ങയാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം കഞ്ഞിൻ്റെ ഒപ്പം ഒക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു കടുമാങ്ങ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ പച്ചമാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ പിന്നെ ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അത്രയും നല്ലൊരു ടേസ്റ്റിയായ കടുമാങ്ങയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കടുമാങ്ങ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടി മാങ്ങയുടെ അണ്ടിയും ഇതിൽ ചേർക്കുന്നുണ്ട്. അണ്ടിയൊക്കെ ഇത് കടുമാങ്ങായി വെന്ത് വരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. അത്രക്കും നല്ലൊരു ടേസ്റ്റിയാണ്. അത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതെല്ലാം ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ. ഇനി നമുക്കത് മാങ്ങ വേവിച്ചെടുക്കട്ടോ. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്ക് മാങ്ങ വേവിച്ചെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ. മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കരയ്ക്ക് ബദൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുത്തത്. ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ശർക്കര അല്ലേ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മാങ്ങ കുറുകി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കട്ടോ. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വേണം. അതെന്താണെന്ന് നോക്കട്ടോ. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് 1/4 ടീസ്പൂൺ കടുക് ഞാൻ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് നമുക്കത് വറുത്ത് പൊടിച്ചെടുക്കട്ടോ. എന്നിട്ട് അതും കൂടി നമുക്കതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഉലുവയും കടുകെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ജാറിലിട്ട് പൊടിച്ചെടുക്കട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ കടുക് ഉലുവ വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കട്ടോ. നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് ഇറക്കി വെക്കാം. ഇനി ഇതൊന്ന് വറവ് ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ചൂടായ എണ്ണയിലോട്ട് കടുക് പൊട്ടിച്ചും കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ച മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ കടുമാങ്ങയാണ് കേട്ടോ. മാങ്ങ നമുക്ക് കൂട്ടിയതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ പിന്നെയും തിളപ്പിച്ച് പിന്നെയും കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ അത് തിളപ്പിച്ച് വെച്ച് പിറ്റേന്നും ഒക്കെ നമുക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. നന്ദി.